ഡേറ്റ ടൈപ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡാറ്റ് ലാംഗ്വേജിലെ 8 ഡേറ്റ ടൈപ്സ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓരോന്നും എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് ഡേറ്റ ടൈപ്പ് എന്താണെന്ന് ആദ്യമായിട്ട് നമുക്ക് നോക്കാം. ഡാറ്റ് ലാംഗ്വേജിൽ എല്ലാം ഒരു ഒബ്ജക്റ്റ് ആണ്. ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി എത്രത്തോളം മെമ്മറി അലോക്കേറ്റ് ചെയ്യണമെന്നും അതിൻ്റെ ബിഹേവിയർ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയുമാണ് നമ്മൾ ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഓരോ വാല്യൂവിനെയും കണ്ടെയ്ൻ ചെയ്യാൻ കഴിയുന്ന മെമ്മറി ലൊക്കേഷനിൽ മാത്രമേ നമുക്കതിനെ പ്ലേസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്പർ എന്ന ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇത് 2 ടൈപ്പ് ഉണ്ട്, ഇൻറ്റജർ ആൻഡ് ഡബിൾ. ഇൻറ്റ് എന്ന കീവേഡ് യൂസ് ചെയ്താണ് ഇൻറ്റജറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത വാല്യൂസിനെയാണ് ഇൻറ്റജർ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഇൻറ്റജർ ആയിട്ട് ഡിക്ലെയർ ചെയ്ത നെയിം എന്ന വേരിയബിളിലേക്ക് നമ്മൾ 1 എന്ന വാല്യൂ ആണ് അസൈൻ ചെയ്തിരിക്കുന്നത്. അത് പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടുന്നു. അതിനു പകരം നം എന്ന വേരിയബിളിലേക്ക് നമ്മൾ 2.2 എന്ന് പറയുന്ന ഡെസിമൽ വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എറർ കാണിക്കും. ഇവിടെയാണ് ഡബിളിൻ്റെ യൂസേജ് വരുന്നത്. ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഡബിൾ യൂസ് ചെയ്യുന്നത്. ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത നമ്പേഴ്സിനെ ഡബിൾ ആയിട്ട് ഡിക്ലെയർ ചെയ്താലും പിന്നീട് ആവശ്യം വരുമ്പോൾ സിസ്റ്റം അതിനെ ഓട്ടോമാറ്റിക്കായിട്ട് ഡെസിമൽ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്തോളും. സ്ട്രിംഗ് ഡേറ്റ ടൈപ്പ് നോർമലി യൂസ് ചെയ്യുന്നത് ടെക്സ്റ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. സ്ട്രിംഗ് കീവേഡാണ് ഇത് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഡേറ്റ റെപ്രസെൻറ്റ് ചെയ്യാൻ സിംഗിൾ കോട്ട്സ് അല്ലെങ്കിൽ ഡബിൾ കോട്ട്സ് യൂസ് ചെയ്യേണ്ടതാണ്. ബൂളിയൻ വാല്യൂസ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബൂളിയൻസ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ട്രൂ ആൻഡ് ഫോൾസ് എന്ന 2 കണ്ടീഷനാണ് ആകെ വരുന്നത്. ബൂൾ എന്ന കീവേഡ് യൂസ് ചെയ്താണ് ബൂളിയൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ നെയിം എന്ന വേരിയബിളിൽ ഒരു എംപ്റ്റി സ്ട്രിംഗ് ആണ് നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്നത്. ഈ നെയിം എംപ്റ്റി ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഒരു ബൂളിയൻ വാല്യൂ ആണ് റിസൾട്ട് എന്ന വേരിയബിൾ റിട്ടേൺ ചെയ്യുന്നത്. നെയിം എന്ന വേരിയബിൾ എംപ്റ്റി ആയതുകൊണ്ട് അവിടെ ട്രൂ എന്ന റിസൾട്ട് വരുന്നു. മറിച്ച് നെയിം എന്ന വേരിയബിളിൽ ഡേറ്റ ഉണ്ടെങ്കിൽ നെയിം എംപ്റ്റി അല്ല, അതുകൊണ്ട് ഫാൾസ് എന്ന റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ലിസ്റ്റ് ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഐറ്റംസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. ലിസ്റ്റിലെ ഫസ്റ്റ് എലമെൻറ്റ് 0th ഇൻഡെക്സിലും ലാസ്റ്റ് നമ്പർ ആ ലിസ്റ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ ആ എലമെൻറ്റ്സിൻ്റെ നമ്പർ -1th ഇൻഡെക്സിലുമായിരിക്കും. ഒരു ലിസ്റ്റിൽ ആകെ എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്നറിയാൻ വേണ്ടി ഡോട്ട് ലെങ്ത് പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ മതി. ലിസ്റ്റിലെ മൾട്ടിപ്പിൾ എലമെൻറ്റ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. 3 ഡോട്ട്സ് വെച്ചാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ ലിസ്റ്റ് 1ലേക്ക് നമ്മൾ ലിസ്റ്റിലെ എലമെൻറ്റ്സ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നള്ളവെയർ സ്പ്രെഡ് ഓപ്പറേറ്റർ എന്താണെന്ന് വെച്ചാൽ സ്പ്രെഡ് ഓപ്പറേറ്ററിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വെച്ച് ഡിനോട്ട് ചെയ്യുന്നതാണ്. അതായത് 3 ഡോട്ട്സിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി കാണും. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു ലിസ്റ്റ് ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ അതിന് വാല്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല, അതായത് ജസ്റ്റ് ഡിക്ലെയർ ചെയ്തിട്ട് മാത്രമേ ഉള്ളെങ്കിൽ അത് എംപ്റ്റി ആയിരിക്കുമല്ലോ. അപ്പോൾ എംപ്റ്റി ലിസ്റ്റിനെ തിരിച്ചറിയാൻ വേണ്ടിയാണ് നള്ളവെയർ സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. എംപ്റ്റി ലിസ്റ്റ് ആണെങ്കിൽ അവിടെ സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോൾ എറർ ആയിരിക്കും റിസൾട്ട്. കണ്ടീഷൻ ചെക്ക് ചെയ്ത് നമുക്ക് കളക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അതിന് എക്സാമ്പിളാണ് കളക്ഷൻ ഇഫും കളക്ഷൻ ഫോറും. ഇവിടെ റിസൾട്ട് എന്ന വേരിയബിളിൽ നമ്മളൊരു ബൂളിയൻ വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് ലിസ്റ്റിൽ 3ാമത്തെ എലമെൻറ്റ് ആഡ് ചെയ്യാൻ ടൈമിൽ കണ്ടീഷൻ ചെക്ക് ചെയ്തു. റിസൾട്ട് ട്രൂ ആയതുകൊണ്ട് മാത്രമാണ് 3ാമത്തെ എലമെൻറ്റ് ലിസ്റ്റിലേക്ക് ആഡ് ആയത്. റിസൾട്ട് ഫോൾസ് ആണെങ്കിൽ ആ എലമെൻറ്റ് ലിസ്റ്റിലേക്ക് ആഡ് ആകുന്നില്ല. കളക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നതാണ് കളക്ഷൻ ഫോർ. ഇവിടെ നമ്മൾ ആദ്യം നമ്പേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് എന്ന പേരിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് 1ലേക്ക് ലിസ്റ്റിലെ നമ്പേഴ്സിനെ സ്ട്രിംഗ് ആയിട്ട് അസൈൻ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഫോർ ലൂപ്പിനുള്ളിലെ ഐ എന്ന വേരിയബിൾ ലിസ്റ്റിലെ നമ്പേഴ്സിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. സെറ്റ് എന്ന ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് യുണീക്ക് ഐറ്റംസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. സെറ്റിൽ ഓൾറെഡി ഉള്ള ഒരു എലമെൻറ്റിനെ വീണ്ടും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, അതായത് റിപ്പീറ്റേഷൻ അലൗഡ് അല്ല. ഇവിടെ നമ്മൾ ഓൾറെഡി ഉള്ള ഒരു എലമെൻറ്റിനെ വീണ്ടും ആഡ് ചെയ്യാൻ നോക്കുമ്പോൾ അത് ആഡ് ആകുന്നില്ല, മറിച്ച് ഇല്ലാത്ത ഒരു എലമെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ അത് ലിസ്റ്റിലേക്ക് ആഡ് ആകുന്നു.
സെറ്റ് ഇനിഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന വാല്യൂസിൻ്റെ ഡേറ്റ ടൈപ്പിനെ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ കഴിയും. അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ അത് ഡൈനാമിക് ആയിരിക്കും. അതായത് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ഏത് ഡേറ്റ ടൈപ്പ് ആണെന്ന് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഐഡൻറ്റിഫൈ ചെയ്യും. മാപ്പ് എന്ന ഡേറ്റ ടൈപ്പ് ലിസ്റ്റുമായിട്ട് വളരെ സിമിലർ ആണ്. ഇവിടെ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത് കീ വാല്യൂ പെയർ ആയിട്ടാണ്. ഇവിടെ കീ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇൻറ്റജറോ സ്ട്രിങ്ങോ എന്ത് വേണമെങ്കിലും ആകാം. രണ്ട് രീതിയിൽ നമുക്ക് മാപ്പിനെ ഇനിഷ്യലൈസ് ചെയ്യാം. രണ്ടാമത്തെ രീതിയാണിത്. മാപ്പ് ഇനിഷ്യലൈസ് ചെയ്ത ശേഷം മാപ്പിലേക്ക് ഓരോ എലമെൻസിനെയും ആഡ് ചെയ്യുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ലിസ്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഓൾമോസ്റ്റ് നമുക്ക് സെറ്റിലും മാപ്സിലും യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. ലിസ്റ്റിൽ ഇൻഡെക്സിങ് യൂസ് ചെയ്ത് ഓരോ എലമെൻസിനെയും ആക്സസ് ചെയ്യുന്നത് പോലെ നമുക്കിവിടെ കീ ഉപയോഗിച്ച് ഓരോ എലമെൻസിനെയും എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അടുത്ത ഡേറ്റ ടൈപ്പ് റൂൺസ് എന്ന് പറയുന്നത് ക്യാരക്ടറിൻ്റെ ഒരു ഇൻറ്റജർ റെപ്രസെൻറ്റേഷനാണ്. ഡാർട്ടിൽ യൂണിക്കോഡാണ് സ്ട്രിങ്ങിൻ്റെ ക്യാരക്ടറായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ റൂൺസിൽ നമ്മൾ കൊടുത്തേക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ആ യൂണിക്കോഡിൻ്റെ ഒരു ഹിക്സ് കോഡാണ്. എ എന്ന വേരിയബിൾ പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻറ്റജർ വാല്യൂ ആണ് കിട്ടുന്നത്. ആ ഇൻറ്റജർ വാല്യൂവിനെ തിരിച്ച് ക്യാരക്ടറിലേക്ക് പ്രിൻറ്റ് ചെയ്യുകയാണ് അടുത്ത ലൈനിൽ. യൂണിക്കോഡ് ക്യാരക്ടേഴ്സിൻ്റെ ഒരു ടേബിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നെറ്റിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ റെഫർ ചെയ്യാവുന്നതാണ്. ഡാർട്ടിൽ ഡിക്ലെയർ ചെയ്തേക്കുന്ന ഒരു ഓപ്പറേറ്ററെയോ അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിഫയറെയോ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സിംബോൾസ് യൂസ് ചെയ്യുന്നത്. കോഡ് മിനിമൈസ് ചെയ്യുന്ന സമയത്ത് വേരിയബിൾസിനൊക്കെ ആണെങ്കിൽ അതിൻ്റെ നെയിമിന് ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ സിംബോൾസ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിംബോൾസിന് ചേഞ്ച് വരില്ല. അതുകൊണ്ടാണ് നമ്മൾ സിംബോൾസ് യൂസ് ചെയ്യുന്നത്. സിംബോൾസ് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഐഡൻറ്റിഫയറിന് മുമ്പായിട്ട് ഒരു ഹാഷ് യൂസ് ചെയ്യും. അടുത്ത വീഡിയോയിൽ നമുക്ക് ഒബ്ജക്റ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. പുതിയ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.